ഹലോ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ വിഷുവിൻ്റെ തലേദിവസത്തെ വീഡിയോ ആണ്. രാവിലെ തന്നെ ആമി ഉണർന്നിട്ട് ഇങ്ങനെ ചിരിച്ചും കളിച്ചൊക്കെ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് നല്ല രസം തോന്നിയുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവൾക്ക് ഉറക്കണിക്കുമ്പോൾ അങ്ങനെ കരച്ചില നിർബന്ധം അങ്ങനെയൊന്നും കാണില്ല. ഇങ്ങനെ ഇത് കണക്ക് നമ്മളെ കളിക്കുകയും ചിരിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ അവളെ കളിപ്പിക്കുന്ന പോലെയൊക്കെ ഉള്ളത് അവൾ തിരിച്ച് കാണിച്ചുകൊണ്ടിരിക്കും. സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകാനൊക്കെയാണ്. അപ്പോൾ ഞാൻ രാവിലെ കുളിച്ചിട്ട് ആദ്യമേ വന്ന് കാപ്പി കുടിക്കാൻ കേട്ടോ. ഇന്ന് കാപ്പി എന്ന് പറയുമ്പോഴത്തേക്ക് പുട്ടും മാങ്ങയും കൂടെയാണ്. ആദ്യമായിട്ട് കഴിച്ചു നോക്കുന്നതാണ് കേട്ടോ. വീട്ടിലെ മാങ്ങ പഴുത്തൊക്കെ കിട്ടിയപ്പം എനിക്കിങ്ങനെ നോക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്താണ്. പക്ഷേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ പെട്ടെന്ന് കഴിച്ചിട്ട് ഞാൻ പിന്നെ റെഡി ആവാനായിട്ട് പോകുമായിരുന്നു കേട്ടോ. കണി നോക്കിയാലുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ടായിരുന്നു. ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ ആയിട്ടാണ് പോകണം. ഇപ്രാവശ്യം നമ്മൾ സാധാരണ വയ്ക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ നന്നായിട്ട് വയ്ക്കണമെന്നുണ്ടായിരുന്നു കണി. ആമിമോൾ ആദ്യത്തെ വിഷുക്കണിയില്ലേ, ഇതിൻ്റെയും തലേ ദിവസം ആമിമോളെ കൃഷ്ണനായിട്ടൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പറ്റി. അവൾക്ക് ഇത്ര പ്രായമല്ലേ ഉള്ളൂ, അപ്പം എല്ലാം കൂടെ ഇട്ട് അവൾ കിടക്കുമോ കരയുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ആൾ നല്ലപോലെ ഫോട്ടോ എടുക്കും വീഡിയോയ്ക്കൊക്കെ ഇരുന്ന് തന്നായിരുന്നു. അതുകൊണ്ടെല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റി. റെഡിയായി കൊണ്ടിരുന്നപ്പോഴാണ് കമ്മൽ ഊരി വെച്ചാരി ഓർത്തത്. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ അങ്ങ് പോയേനെ. ഇടയ്ക്കിടയ്ക്ക് ഊരി വെച്ചിട്ട് പിന്നെ ഞാൻ തന്നെ അങ്ങ് മറന്നു. അപ്പോൾ ഇതാണ് ഞാൻ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സ് കേട്ടോ. ഇപ്പോഴത്തെ ചൂടിന് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഡ്രസ്സ് ഇട്ടിട്ടേ വെളിയിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ മാക്സിമം കവറാവുന്ന ഡ്രസ്സ് ഇട്ടാൽ അത്രയും നല്ലത്. ഇനി ഇതിൻ്റെ കൂടെ മാസ്കും എല്ലാം ഇട്ടിട്ടൊക്കെയാണ് പോകുന്നത് കേട്ടോ. ആ നേരത്തെ അമ്മ കണി വയ്ക്കാനുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കിയത്. നമ്മൾ മുമ്പൊന്നും അങ്ങനെ വച്ചിട്ടില്ല. ഇപ്പം ആദ്യമായിട്ടാണ് ഉണ്ണിയപ്പം കൂടെയൊക്കെ വയ്ക്കുന്നത്. വീട്ടിൽ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇത് കണി കാണാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അവിടെ ഉണ്ണിയപ്പത്തിൻ്റെ പരിപാടി നടന്നപ്പോഴത്തേക്ക് ഞാൻ സാധനം മേടിക്കാനായിട്ട് പോയി കേട്ടോ. ആദ്യം നമ്മൾ പോയത് ഒരു കണ്ണനെ മേടിക്കാനാണ്. പണ്ട് മുതലേ നമ്മളിവിടെയൊക്കെ ഇതിനൊക്കെ വിഷുവൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ കുറേ വിഗ്രഹങ്ങൾ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ കൊണ്ട് വിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവിടെ നിന്ന് ആദ്യമായിട്ടാണ് മേടിക്കാനായിട്ട് പോയി നോക്കുന്നത്. നമ്മളങ്ങനെ അവിടെ നിന്ന് മേടിച്ചിട്ടില്ല ഇതുവരെ. ഇപ്പോഴും നമ്മളവിടത്തേക്ക് വേണ്ടിയല്ല, എൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടിയാണ് വന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ വീട്ടിലെ അല്ലാതെ വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് കണി വയ്ക്കാനുള്ളതും എല്ലാം കൂടെയൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്കും കണി വയ്ക്കാനുള്ള ഉണ്ണിയപ്പം റെഡിയായി.